എനിക്ക് ബിസിനസ്സിലോട്ട് പൂർണ്ണമായിട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ഞാൻ ചോദിച്ചപ്പോൾ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ ഒരു മാനുഫാക്ചറിങ് ഒരു ഫാക്ടറിയോ അല്ലെങ്കിൽ ഒരു സ്പേസ് വേണം. സർവീസ് ആണെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും, ഒരു ലാപ്ടോപ്പ് മാത്രം മതി. അതിൻ്റെയൊക്കെ സ്റ്റെപ്പ് പിന്നെ പ്രൊസീജിയേഴ്സ് വരുന്നത് എങ്ങനെയാണ്? നമുക്ക് സ്റ്റോക്ക് വെച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു കൊമേഴ്സ്യൽ സ്പേസ് വേണം. ബാക്കി എല്ലാ സർവീസുകൾക്കും നമുക്ക് നമ്മുടെ ആധാർ അഡ്രസ്സ് തന്നെ ഉപയോഗിക്കാം. പിന്നെ ലോൺ എടുക്കേണ്ട കാര്യങ്ങൾ വരുന്ന സമയത്ത് അവർ കമ്പൽസറി ആയിട്ടൊരു കൊമേഴ്സ്യൽ സ്പേസ് കാണിക്കേണ്ടതുണ്ട്. അവരുടെ ബാങ്ക് ഫോർമാലിറ്റിയുടെ ഭാഗമാണ്. ആ സമയത്ത് നമ്മൾ കാണിക്കണം. പിന്നീട് നമ്മൾ പ്രൊജക്റ്റ് അനുസരിച്ചിട്ട് റൺ ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് പഞ്ചായത്തിൻ്റെ ലൈസൻസും മറ്റ് പൊല്യൂഷൻ കൺട്രോൾ ലൈസൻസും, അതിപ്പോൾ കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, തദ്ദേശ സ്വയംഭരണത്തിൻ്റെ ലൈസൻസ് അംഗീകാരവും നമുക്ക് വേണം. അത് നാഷണൽ സെക്യൂരിറ്റിയുടെ ഭാഗം കൂടിയാണ്. അത് നമുക്ക് ലീഗലായിട്ട് നമുക്ക് ചെയ്യേണ്ടതാണ്. ഒരു പൗരൻ എന്നുള്ള നമുക്ക് കടമയാണ്. നെക്സ്റ്റ് നമുക്ക് GST രജിസ്ട്രേഷൻ. ടാക്സ് തുടങ്ങുമ്പോൾ തന്നെ നമ്മളത് ശീലിക്കണം. കാരണം തുടങ്ങുമ്പോൾ ചിലപ്പോൾ നിൽ ഫയലിംഗ് ആയിരിക്കും. കാരണം അതിൻ്റെ ഒരു ശീലം നമ്മളുടെ ബിസിനസ് ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഭയത്തിൻ്റെ ആവശ്യമില്ല. ലീഗലി നികുതി കൊടുത്തിട്ടുള്ള ഒരു സ്ഥാപനമായിട്ട് മാറും. അപ്പോൾ 3 വർഷം വരെ നമുക്ക് MSME എടുത്തു കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അംഗീകാരം ഉൾപ്പെടെ പലതിൻ്റെയും സാവകാശം കിട്ടും. ഇപ്പോൾ ഫുഡ് പ്രോസസ്സർ ആണെങ്കിൽ FSSAI യൂണിറ്റ് എടുക്കണം, അതിൻ്റെ ലൈസൻസ് എടുക്കണം. അതുപോലെ പാക്കിംഗ് ലൈസൻസ്, അങ്ങനെ കുറേ ലൈസൻസുകളുണ്ട്. ആ ലൈസൻസുകൾ എടുക്കാൻ MSME രജിസ്ട്രേഷൻ്റെ ഒരു സാവകാശം കിട്ടും. പിന്നീട് ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ K-Swift എന്ന് പറയുന്ന പോർട്ടലുണ്ട്. അതിലും നമുക്ക് ഈ ഉദ്യമ രജിസ്ട്രേഷൻ ബേസ് തന്നെയാണ് K-Swift. അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നമുക്ക് ക്യാഷ് എല്ലാം റെഡി ആണെങ്കിൽ ആ ഇൻസ്റ്റൻറ്റിൽ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഉദ്യം പോർട്ടലൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആണ്. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഇതിലോട്ട് പൂർണ്ണമായിട്ടും കിടക്കുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ ഗവൺമെൻറ് രണ്ടിനും 2 രീതികൾ എന്തെങ്കിലും ഉണ്ടോ? അതോ എല്ലാം ഒറ്റ ഒന്ന് തന്നെയാണ്? അതിന് സപ്പോർട്ടീവായിട്ട് നിൽക്കാൻ കേരള ഗവൺമെൻറ് ഒരു ഏകജാലക സംവിധാനം ഉണ്ടാക്കിയെന്ന് മാത്രം. കാരണം തദ്ദേശ സ്വയംഭരണം മുതൽ സ്റ്റേറ്റ് ഭരണകൂടം വരെയുള്ള ലിങ്കിൽ, കാരണം ഈ കസ്റ്റമർ അല്ലെങ്കിൽ നമ്മൾ തുടങ്ങുമ്പോൾ ഓരോ സ്ഥലത്തും നമ്മൾ തന്നെ പോകണം. ഇത് തമ്മിൽ ഇൻ്റർ റിലേറ്റഡ് ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ചില ദിവസം തന്നെ ഒരു വണ്ടിക്കാരൻ തന്നെ 3 പ്രാവശ്യം പെറ്റിയടിക്കും. അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ. അതുപോലെ ഗവൺമെൻറ് സംവിധാനത്തിൽ തന്നെ ഉള്ള ഏകജാലക സംവിധാനമാണ് ശരിക്കും K-Swift. അതുകൊണ്ട് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കേരളത്തിൽ അത് വർക്കൗട്ട് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാനൊരു മാനുഫാക്ചർ ആണെങ്കിൽ എനിക്ക് ആദ്യം ഒരു സ്പേസ് എടുത്തിട്ട് ഞാൻ അവിടെ ഒരു മാനുഫാക്ചർ ചെയ്യുന്ന ഒരു മെഷീൻസോ അതിനെന്തെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഈ പറയുന്ന പോലെ ഞാനിപ്പോൾ എറണാകുളം കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ്റെ ലൈസൻസ് ആദ്യം എടുക്കണം അല്ലേ? കോർപ്പറേഷൻ്റെ ഒരു ലൈസൻസ് എടുക്കണം. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ലൈസൻസ് വേറെ അല്ല, അങ്ങനെയല്ലേ? കോർപ്പറേഷൻ ലൈസൻസ് മാനുഫാക്ചറിംഗ് കൂട്ടത്തിൽ ഒരു പാക്കേജ് ആയിട്ട് തരും. ഹെൽത്തിന്റെ ലൈസൻസ്, എന്നിട്ട് പൊല്യൂഷന്റെ ഒക്കെ. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ഇതിന്റെ ഇപ്പൊ നമ്മൾ വാടകയ്ക്ക് അടയ്ക്കുന്ന ഇതിന്റെ വാടക കരാറും ആ ബിൽഡിങ്ങിന്റെ ടാക്സ് ആ ബിൽഡിങ്ങിന്റെ നമ്മുടെ വാടക ആ ബിൽഡിങ്ങിന്റെ ഓണർ തരുന്ന ടാക്സ് റെസീറ്റും ഈ പറയുന്ന കോർപ്പറേഷൻ ലൈസൻസ് ഒക്കെ വെച്ചിട്ടാണ് പിന്നെയാണ് GST രജിസ്ട്രേഷൻ വരുന്നത് അല്ലേ? അതെ, GST രജിസ്ട്രേഷൻ. അപ്പോൾ നമുക്കൊരു GST നമ്പറും കൂടിയും കിട്ടി. ഇത് പിന്നെ നമ്മൾ ഈ എല്ലാ മാസവും അല്ലേ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്? അതെ, എല്ലാ മാസവും 20-ാം തീയതിക്ക് മുമ്പ് അത് സബ്മിറ്റ് ചെയ്യണം. 1 മാസം സമയം നമുക്ക് കിട്ടും, അതിന് മുമ്പ് അത് ചെയ്യണം. ഇതെല്ലാം മാനുഫാക്ചേഴ്സിനും ട്രേഡേഴ്സിനുമാണ്. ഇപ്പം ഞാനൊരു സർവീസ് നടത്തണം. അപ്പം ഞാനൊരു ലാപ്ടോപ്പ് മാത്രം വെച്ചിട്ട് നടത്തുന്ന ഒരാൾ എനിക്ക് എൻ്റെ വീട്ടിലിരുന്നും ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഇപ്പം എനിക്ക് എങ്ങനെയാണ് അപ്പം ഞാൻ GST എടുക്കേണ്ടത്? ഞാനൊരു വാടക വീട്ടിൽ താമസിക്കുന്ന ഒരാളാണ് ആണെങ്കിൽ എനിക്ക് ഒരു ലാപ്ടോപ്പ് മാത്രമേ ഉള്ളൂ, എനിക്കൊരു GST എടുക്കണം, എനിക്കൊരു കമ്പനി രജിസ്റ്റർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരുപാട് പേര് അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. നമ്മുടെ ആധാർ അഡ്രസ്സ് തന്നെ ചെയ്യാം. നമ്മൾ താമസിക്കുന്ന ഇപ്പോൾ വാടക വീട്ടിലാണ് നമ്മൾ താമസിക്കുന്ന ആ വാടക വീടിൻ്റെ വാടക ചീട്ടും ഇതും മതി. ഇനി നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ഭൂമിയാണ് അവരുടെ പേരിലുള്ളതാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവുമല്ലോ, അത് മതി. വാടക കരമടച്ച റെസിപ്റ്റ് മാത്രം മതിയാവും. അപ്പം നമുക്ക് അതിൻ്റെ പേരിൽ GST കിട്ടും. അപ്പോൾ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാടക വീടിൻ്റെ പേരിലാണോ നമുക്ക് GST എടുക്കുന്നത്? അപ്പോൾ ആ വാടക വീട് ഒരു കമേഴ്ഷ്യൽ എന്നുള്ള ഇതിലോട്ട് മാറുമോ? സർവീസ് സെക്ടറിൽ കുറച്ച് ടോളറൻസ് ഉണ്ട്. അങ്ങനെ കമേഴ്ഷ്യലായി മാറിക്കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ടാക്സ് ഒക്കെ മാറുമല്ലോ. അതെ, അത് GST സംവിധാനത്തിൻ്റെ ഗൈഡൻസ് കൂടി അനുസരിച്ചിട്ടാണ്, കൺസിഡറേഷനോട് കൂടിയിട്ടാണ് അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഇത് അവരുടെ നേരിട്ടുള്ള എൻക്വയറി ഉണ്ടാവും.
എൻക്വയറി വരും അല്ലേ? ഇതെല്ലാം എൻക്വയറീസ് വരുമല്ലോ? വരും. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ GCDയുടെ ഉള്ളിൽ കുറച്ച് കൂടുതൽ എൻക്വയറി വരും. മറ്റൊരു റൂറൽ ഏരിയയിൽ അത്ര ഉണ്ടാവില്ല.